ബ്രഹ്മം എന്ന ഒരു വാക്ക് നിങ്ങളിൽ ധാരാളം പേര് കേട്ടിട്ടുണ്ടാവും. അഹം ബ്രഹ്മാസ്മി, പ്രജ്ഞാനം ബ്രഹ്മ, അന്നം ബ്രഹ്മ, ശബ്ദബ്രഹ്മം, ചക്ഷുബ്രഹ്മം, ബ്രഹ്മാനന്ദം, ബ്രഹ്മവൈവർത്തം, ബ്രഹ്മാണ്ടം, ബ്രഹ്മജ്ഞാനി എന്നുള്ള ബ്രഹ്മം എന്ന വാക്ക്. ഈ ഒരു വാക്ക് അൾട്രാ മോഡേൺ സയൻറ്റിഫിക് ആയിട്ട് ഇത് വിവരിക്കാൻ സാധിക്കും. എങ്ങനെയാണെന്നറിയോ? ഈ പ്രപഞ്ചത്തിൽ ജീവനുള്ളതും ജീവനില്ലാത്തതുമായ എല്ലാത്തിനകത്തും നിറഞ്ഞിരിക്കുന്ന പ്രജ്ഞാനവും സ്വബോധവും. സിമ്പിൾ മലയാളത്തിൽ പറയുകയാണെങ്കിൽ നമ്മളുടെ ഹാർട്ടിനെ തന്നെത്താൻ അറിയാം ഹാർട്ട് എങ്ങനെ പ്രവർത്തിക്കണമെന്ന്, ലിവറിനറിയാം ലിവറിന് എങ്ങനെ പ്രവർത്തിക്കണമെന്ന്, കണ്ണിനും മൂക്കിനും നാക്കിനും ത്വക്കിനും അതുപോലെ നമ്മളുടെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിനും പുറത്ത് നിന്ന് ആരുടെയും ഇൻസ്ട്രക്ഷൻ ഇല്ലാതെ സ്വയം എങ്ങനെ പ്രവർത്തിക്കണമെന്നറിയാം. ഇങ്ങനെ 12 ലക്ഷം തരത്തിലുള്ള ജന്തുക്കളിലും സസ്യങ്ങളിലും വൃക്ഷങ്ങളിലുമെല്ലാം ആ അറിവ് അകത്തുണ്ട്. ആ പ്രജ്ഞാനം, ചൈതന്യവത്തായിട്ടുള്ള അറിവ്, സ്വബോധം, സ്വതസിദ്ധമായിട്ടുള്ള കോൺഷ്യസ്നെസ്, അതിനെ സെൽഫ് അവെയർ യൂണിവേഴ്സ് എന്ന പുസ്തകത്തിൽ നാസയിലെ ശാസ്ത്രജ്ഞന്മാർ ഏകദേശം പറഞ്ഞിരിക്കുന്നത് ഈ രീതിയിലാണ്: ഇൻട്രിൻസിക്, ഇൻഹറൻറ്റ്, സെൽഫ് ഗൈഡിങ്, സെൽഫ് മോട്ടിവേറ്റിംഗ്, സെൽഫ് എനർജൈസിങ്, അവയർനെസ് ആൻഡ് കോൺഷ്യസ്നെസ്, പ്രസൻറ്റ് in every living and non-living being. The Hindus call it as Brahman. വളരെ ഗംഭീരമായിട്ടുള്ളൊരു വരിയ. ഇൻട്രിൻസിക്, സ്വതസിദ്ധമായ, ഇൻഹറൻ്റ്, പ്രകൃതിയാൽ ആദി മുതൽക്കുള്ളത്, ഇൻട്രിൻസിക്, ഇൻഹറൻ്റ്, സെൽഫ് ഗൈഡിങ്, സ്വയം ദിശാബോധം നൽകുന്ന, സെൽഫ് മോട്ടിവേറ്റിംഗ്, സ്വയം ഉത്തേജിപ്പിക്കുന്ന, സെൽഫ് എനർജൈസിങ്, സ്വയം ഊർജത്തെ കണ്ടെത്തുന്ന, അവയർനെസ്, പ്രജ്ഞാനം, കോൺഷ്യസ്നെസ്, സുബോധം, എക്സിസ്റ്റിംഗ് ഇൻ എവറി ലിവിങ് ആൻഡ് നോൺ ലിവിങ് ബീയിങ്, ജീവനുള്ളതിലും ജീവനില്ലാത്തതിലും. ദ ഹിന്ദുസ് കോൾ ഇറ്റ് ആസ് ബ്രഹ്മം. അതിനെ ഹിന്ദുക്കൾ ബ്രഹ്മം എന്ന് പറയും. ഒരു ഇലക്ട്രോണിന് എസ് ഓർബിറ്റൽ, പി ഓർബിറ്റൽ, ഡി ഓർബിറ്റൽ, എഫ് ഓർബിറ്റൽ, SP3 ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽ, SP2 ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽ, SP ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റലിലൂടെ എങ്ങനെയാണ് ചരിക്കേണ്ടതെന്നറിയാം. അതുപോലെ ഭൂമിക്ക് കറക്റ്റായിട്ടൊരു വർഷത്തിൽ ഇങ്ങനെ പ്രദക്ഷിണം വെക്കേണ്ട വഴി അറിയാം. ഭൂമിക്ക് ഉയർന്നും താഴ്ന്നും ദക്ഷിണായനവും ഉത്തരായണവും ഉണ്ടാക്കേണ്ടത് എങ്ങനെയാണെന്നറിയാം. ഓരോ ചെടിയുടെ ഇലയിലെ 650-ൽ പരം എൻസൈമുകളുള്ള ഒരു സെല്ലിൽ കാർബൺ ഡൈ ഓക്സൈഡ് വലിച്ചെടുത്ത് അതിനെ കാർബോഹൈഡ്രേറ്റ് ആക്കി മാറ്റി സെല്ലുലോസ് ആക്കി മാറ്റി എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്നും സ്റ്റോർ ചെയ്യേണ്ടതെന്നും അറിയാം. ഇതിനെ ഭാരതീയർ പ്രജ്ഞാനം ബ്രഹ്മ, ഇൻഹറൻ്റ്, ഇൻട്രിൻസിക്, സെൽഫ് ഗൈഡിങ്, സെൽഫ് മോട്ടിവേറ്റിംഗ്, അവയർനെസ് ആൻഡ് കോൺഷ്യസ്നെസ് പ്രസൻറ്റ് ഇൻ എവറി ലിവിങ് ആൻഡ് നോൺ ലിവിങ് ബീയിങ്. ദ ഹിന്ദുസ് കോൾ ഇറ്റ് ആസ് ബ്രഹ്മം. അതാണ് പ്രജ്ഞാനം. അത് എന്നിലുള്ളത് കൊണ്ട് അഹം ബ്രഹ്മാസ്മി, അത് നിങ്ങളിലുമുള്ളത് കൊണ്ട് തത് ബ്രഹ്മ ത്വമസി തത്വമസി. അതിനെ സാധാരണക്കാർക്ക് മനസ്സിലാക്കാൻ പാകത്തിന് ജീവാത്മാവ്, ആത്മാവ് എന്ന് ജീവനുള്ളതിൽ പറയുന്നത് കൊണ്ട് അയമാത്മാ ബ്രഹ്മ. നല്ലോണം കേട്ട് പഠിക്കുക, നമ്മുടെ മക്കളെയും പഠിപ്പിക്കുക. ഇൻട്രിൻസിക്, ഇൻഹറൻ്റ്, self-guiding, self-motivating, self-energizing, awareness and consciousness present in every living and non-living being. The Hindus call it as Brahma. Pranamam, Namaskaram.